സദ്വശരണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ചാനലിൽ 43-ാം നമ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഗുരുവാണിയെ നോയ്സ് റിമൂവ് ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കേൾക്കോ. സദ്വശരണം. പക്ഷെ 4-5 കൊല്ലം കൊണ്ട് നടന്നിട്ട് 1.5 കൂടുന്നില്ല അങ്ങോട്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഇവർ വന്ന് ഇതെല്ലാം നിങ്ങൾക്ക് ധൈര്യം കണ്ടപ്പോൾ കഷ്ടപ്പെടത്തക്ക ചെറിയ സൗകര്യം കൊടുക്കുക. അതവർ കൊണ്ടു നടന്ന് 6 മാസത്തിനകത്ത് 6 രൂപയായിട്ട് മാറി. പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 100 ഇരട്ടിയായിട്ടും വരേണ്ടതാണ്. ഇതാണ് നമുക്കുള്ള അറിവുകൾ. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് മനസ്സിലാക്കി പോകണം. നമ്മുടെ ഗുരുപൂജ ചെയ്തിരിക്കാൻ ഇവര് കാര്യമായിട്ട് നോക്കി നിൽക്കുക. ഇപ്പൊ നമ്മളിത് പറഞ്ഞ എന്തിനാണെന്നറിയാം, നമ്മളെല്ലാവരും ഗുരുപൂജ ചെയ്തവരാണ്. ഈ ഗുരുപൂജ ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്ക് മാറി പറഞ്ഞ് ഈ കിട്ടേണ്ടത് കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കാരണം ഈ പിതൃക്കൾ അവിടെ അരഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്ക് ജന്മം എടുക്കാനും കഴിയില്ല, അവിടെ ഇരുന്ന മറ്റൊന്നിൽ അണയാനും കഴിയില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പന്തിയിലാണ് നമ്മുടെ ജനനം. അപ്പം നമ്മളെല്ലാവരും ഇത് പകർത്തിയെടുക്കണം. കർമ്മത്തിന് എന്തൊക്കെ ആവശ്യം, നമ്മളിതെങ്ങനെ എടുക്കണം. ഇതിത്രയും നിങ്ങൾ എടുത്തില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രയാസം ചേർന്ന് വന്നിട്ട് പിന്നെ നമ്മുടെ ഭാഗം കൂടി തെറ്റായിട്ട് വരും. ഇത് വരാതിരിക്കാനാണ് ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാർവതിയുടെ, ശിവന്റെ, ബ്രഹ്മാവിന്റെ, സരസ്വതിയുടെ ഇങ്ങനെ മാറി മാറി ഇതിന്റെ മോൾത്തട്ടിൽ അവരാണല്ല. അപ്പൊ ഇവരിങ്ങനെ മാറി 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 മാറിയായി പിന്നെ എന്താണ് ചെയ്യണം? ദൈവ സന്നിധാനത്തിലേക്ക് കയറാൻ ഒക്കാത്ത വിധത്തിൽ അവിടെ നിൽക്കാനും പറ്റും. കാരണം ഗുരുവിന്റെ സഹായം. ഇതിനു വേണ്ടിയാണ് നമ്മൾ കുറെ ഇവിടെ വരികയും പഠിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മള് ഒരാൾ നിൽക്കുന്നാണ്ട ഈ ഇവിടുത്തെ കുട്ടികളൊന്ന് ഭയക്കണം. എന്തുകൊണ്ട്? ഇവരെന്ത് കണ്ടാലും ചോദിക്കും. അങ്ങനെ എന്ത് കണ്ടാലും ഇന്നാരെന്നില്ലാതെ ചോദിച്ച് പറഞ്ഞതിൻ്റെ കള്ള അപ്പഴ് തെളിയിച്ചോണം. പിന്നെ തെളിയാൻ നോക്കിയ തെളിയില്ല. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് വലിയ ഒരു വിഷമമായിരിക്കുക. ഇതൊക്കെ ഇത്രയും വയ്യാതെ കിടന്നിട്ടും നിങ്ങൾ ഈ വരുന്നവരത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ വലിയ ഒരു ദോഷം ഞാൻ പിടിച്ചു വെക്കും. അതിന് നിങ്ങളൊരവസരം തരാതെ വിനയപ്പെട്ടെടുത്ത് കർമ്മം കൊണ്ട് നിർവഹിക്കുന്ന ഒരു പുണ്യാത്മാക്കളാകണം നമ്മൾ ഓരോരുത്തർക്കും, ആണിനും പെണ്ണിനും. ആ വാശി നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും ഒക്കെ ഉതവും. അത് ചെയ്യുന്നവൻ ഈ ബ്രഹ്മസ്ഥാനത്തിന് അർഹത ഇല്ലാത്തവനെ ചെയ്യാൻ നോക്കിയിട്ട് ഇത് മനസ്സിലായിട്ട് എന്താണോ നമുക്ക് ചെയ്തെടുക്കേണ്ടത് അന്ത്യം വരെ എടുക്കാം എന്നൊരു കടിച്ചു പിടുത്തം വേണം. അതുപോലെ തന്നെ ഒരു 3 കൊല്ലം ഒരു സംഗതിയിൽ നിന്ന അടുത്ത 3 കൊല്ലം വേറൊന്ന് നിൽക്കണം. അങ്ങനെ മാറി മാറി അവസാനത്ത് നമ്മൾ എന്തിൽ തുടങ്ങിയ അതിൻ്റെ അലവൻസിനോട് കൂടി ഗവൺമെന്റിൽ നിന്നും കിട്ടും, ഇവന്റെ കമ്പനിയിൽ നിന്നും കിട്ടും. ഇതാണ് കാര്യം. ഇതുപോലെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും.